അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം മൊഡ്യൂളിന്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഇതും കുറച്ച് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലബസിലോട്ട് പോവാം. ആദ്യം നമുക്ക് സിലബസ് ഒക്കെ അറിയാം അല്ലേ? ഡാറ്റ ടൈപ്സും കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. സോ വി ഹാവ് ടു മൂവ് ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following best describes an entity in the context of database? Entity എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം entity ഉണ്ട്, attributes ഉണ്ട് അല്ലേ? Entity എന്ന് പറഞ്ഞാൽ എന്താണ്? Any real world object which have some meaning and properties are known as entity. A row in a table. ടേബിളിന്റെ റോവിനെ പറയുന്ന പേരെന്താണ്? റെക്കോർഡ് എന്നാണ് ടേബിളിന്റെ റോവിനെ പറയുന്നത്. A column in a table is known as field. A set of related data values എന്ന് പറയുന്ന പേര് റെക്കോർഡാണ്. An object with distinct properties and attributes are known as entity. അപ്പോൾ entity എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ്, ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് is an entity having some properties like roll number, name, class. ഇതൊക്കെ എന്താണ്? Attributes ആണ്. That is known as so this is entity and this is attributes. So entity എന്ന് പറഞ്ഞാൽ എന്താണ്? It is an object with distinct properties and attributes. Which of the following is an example of an attribute in a database? Customer എന്ന് പറഞ്ഞാൽ എന്താണ്? Entity ആണ്. ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാല്യൂ ഇൻസൈഡ് ദ ഡാറ്റാബേസിനെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. entity എന്ന് പറയുന്നത് എന്താണ്? Entity എന്ന് പറഞ്ഞാൽ എനി ഒബ്ജക്റ്റ്, എനി റിയൽ വേൾഡ് ഒബ്ജക്റ്റ്, ആൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആട്രിബ്യൂട്ട്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടീസിന്റെ എൻറ്റിറ്റിന്റെ പ്രോപ്പർട്ടീസിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ടപ്പിൾ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം? സോ കളക്ഷൻ ഓഫ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷൻ എന്ന് പറയും, എൻറ്റിറ്റി എന്ന് പറയും. ഇപ്പോൾ ഈ ടേബിൾസിന്റെ കളക്ഷനെയാണോ ടപ്പിൾ എന്ന് പറയുന്നത്? അല്ല. എ കോളം ഇൻ എ ടേബിൾ അല്ല. സെറ്റ് ഓഫ് ഓപ്പറേഷൻ അല്ല. എ റോ ഇൻ എ ടേബിൾ ഈസ് നോൺ ആസ് ടപ്പിൾ. ഫോർ എക്സാമ്പിൾ 1 അനു MCA ഒരു റോയാണ് ഒരു ഡാറ്റാബേസ് ടേബിളിൽ. സോ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒരു ടപ്പിൾ. ടപ്പിളിന്റെ വേറൊരു പേരാണ് റെക്കോർഡ്. ഓക്കെ. Which SQL statement is used to retrieve data? Data retrieve ചെയ്യാൻ. ഇൻസേർട്ട് എന്തിനാണ്? സ്റ്റോർ ചെയ്യാനാണ്. അപ്ഡേറ്റ് എന്തിനാണ്? എക്സിസ്റ്റിംഗ് വാല്യൂവിനെ ചേഞ്ച് ചെയ്യാനാണ്. ഡിലീറ്റ് എന്തിനാണ്? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. We have to retrieve the content using select command. In SQL, which clause is used to filter records? Filter റെക്കോർഡ്സിനെ ഫിൽട്ടർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 50-നെക്കാളും മാർക്ക് കൂടിയ കുട്ടികളുടെ ലിസ്റ്റ്, അല്ലെങ്കിൽ പേര് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റ്, അല്ലെങ്കിൽ ഏജ് 18-നെക്കാളും കൂടുതലുള്ളവരുടെ ലിസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വേർ ക്ലോസ്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഫിൽട്ടർ റെക്കോർഡ്സ്. റെക്കോർഡ് ഫിൽട്ടർ ചെയ്യാൻ, ഇത് ഗ്രൂപ്പ് ചെയ്യാൻ, ഇത് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ ചെയ്യാൻ, ഇത് ഗ്രൂപ്പ് ബൈ പ്രോപ്പർട്ടിയുടെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഹാപ്പിംഗ്. സോ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വേർ. എങ്ങനെ? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡ് വേർ ഏജ് ഗ്രേറ്റർ ദാൻ 18 പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലെ ഡാറ്റാബേസ്, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിന് നമ്മൾ എങ്ങനെ ഫിൽട്ടർ ചെയ്തു? ഒരു കണ്ടീഷൻ വെച്ചു. ദാറ്റ് ഈസ് ഏജ് 18-നെക്കാളും കൂടുതലുള്ള സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ. ദാറ്റ് ഈസ് എ ഫിൽട്ടർ. Which of the following SQL command is used to modify a table structure? ഓർത്തിരിക്കുക, ടേബിൾ സ്ട്രക്ചർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് അല്ല, ഇറ്റ് ഈസ് ഓൾട്ടർ സ്റ്റേറ്റ്മെന്റ്. ടേബിൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓൾട്ടർ അല്ല, ഇറ്റ് ഈസ് മോഡിഫൈ അപ്ഡേറ്റ് അല്ല, ഇറ്റ് ഈസ് ഓൾട്ടർ സ്റ്റേറ്റ്മെന്റ്. What does the primary key constraint do in SQL? Primary key എന്താണ് ചെയ്യുന്നത്?
ensure that all values in a column are unique and not null. Provide a default value for column Allah. Ensure that all values in a column are null. Allow duplicate value illa. Primary key എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാത്ത ഫീൽഡ്. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ പറയാം, നമുക്ക് ആധാർ നമ്പർ പറയാം. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാത്തതും നള്ളാവാൻ സാധിക്കാത്തതും പ്രൈമറി കീയുടെ ഒരു പ്രത്യേകതയാണ്. ഇറ്റ് കനോട്ട് ബി നൾ ആൻഡ് ഇറ്റ് കനോട്ട് ബി റിപ്പീറ്റഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രൈമറി കീയുടെ primary key എന്താണ്? It ensure that all values in a column are unique and not null. Which of the following is a correct SQL statement for creating a new table? Create എന്താണ്? Create table ഒരു വാല്യൂ ആണ്. പിന്നെ ടേബിളിന്റെ പേര് ഇതല്ല create table ഇതുമല്ല. The correct answer is create table, table name, പിന്നെ column name, data type അങ്ങനെ കൊടുക്കുന്നു. ഈ വാല്യൂസ് വരുന്ന ഏതിലാണ്? ഇൻസേർട്ടിലാണ് വാല്യൂസ് എന്ന് പറയുന്ന കീവേഡ് വരുന്നത്. So create table, table name, that is the right answer. Which of the following is a valid SQL data type? Varchar, numeric, date, all of them. ഇതെല്ലാം എന്താണ്? It is varchar എന്ന് വെച്ചാൽ വേരിയബിൾ ക്യാരക്ടേഴ്സ്, ന്യൂമറിക് എന്ന് വെച്ചാൽ നമ്പേഴ്സ്, ഡേറ്റ് ടൈമിന് വേണ്ടിയിട്ട് ഡേറ്റ ടൈപ്പ്. വിച്ച് വൺ മോർ ഇതിൽ ചാർ നമുക്കറിയാം. ചാർ ഓഫ് 10, varchar of 10. If I give to the field Abhi, അപ്പോൾ ഇതിൽ എത്ര വാല്യൂ ഉണ്ട്? 1, 2, 3. അപ്പോൾ ബാക്കി എത്ര റിമൈനിങ് ഉണ്ട്? 7 എന്നുണ്ട് അല്ലേ? അപ്പോൾ ബാക്കി റിമൈനിങ് എന്ത് ചെയ്യും? വെറുതെ കിടക്കും. എന്ത് നമ്മൾ ചാറിലാണെങ്കിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് varchar ആണെങ്കിൽ യൂസർ എത്രയാണോ കൊടുക്കുന്നത് അത്രയും മാത്രം എടുത്തിട്ട് ബാക്കി 7 എന്ത് ചെയ്ത് കളയും? റിമൂവ് ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് മെമ്മറി ഉപയോഗിക്കുന്നത് തടയും. ഏത് ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ varchar ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, char ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 കൊടുത്താൽ 10 ഫീൽഡും ഒക്കുപ്പൈഡ് ആയിട്ട് കിടക്കും. നമ്മൾ ഇപ്പോൾ അബിന്ന് കൊടുത്താൽ ആദ്യത്തെ 3 ഫീൽഡ് മതിയല്ലോ, ബാക്കി 7 ഫീൽഡ് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും, വെറുതെ കിടക്കും. ഇവിടെ ആണെങ്കിൽ ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യും? റിലീസ് ചെയ്ത് കളയും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ char ആൻഡ് varchar. Very, very important. Which SQL statement is used to delete record? Simple question. Remove എല്ലാം. Drop. ഇതെന്താണ്? Delete the structure of database. Full ഡാറ്റാബേസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡ്രോപ്പ് ഉപയോഗിക്കുന്നത്. സോ ഡിലീറ്റ് റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ഡിലീറ്റ്. അതിന്റെ സിന്റാക്സ് എങ്ങനെയാണ്? ഡിലീറ്റ് ഫ്രം, തെറ്റാൻ സാധ്യതയുള്ളതാണ്. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം, ദാറ്റ് ഇസ് ടു ദ വേർ കണ്ടീഷൻ. അല്ലെങ്കിൽ ഡിലീറ്റ് സ്റ്റാർ ഫ്രം എന്നൊന്നും ഇല്ല. നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഡിലീറ്റ് ഫ്രം ടേബിൾ. Which SQL statement is used to നമ്മൾ ചെയ്തു. What is the purpose of null constraint in SQL? To provide a default value for a column, to allow a column to accept null value, to prevent null value in a column, to limit the number of rows in a table. So to allow columns be accept null value. അപ്പോൾ null constraint കൊടുത്തിരുന്നാൽ അവിടെ എന്തും കൊടുക്കാം, നമുക്ക് null value കൊടുക്കാം. Which of the following SQL clause is used to sort the result set in ascending or descending order? That is for order by. Which of the following clause is used to sort the result in order by clause? ASCയും DESE ഇത് രണ്ടുമാണ് അസെൻഡിങ്. എക്സാമ്പിൾ എങ്ങനെ പറയാം? സെലക്ട്
star from stood where മാർക്ക് സോറി ഇങ്ങനെയല്ല സ്റ്റുഡ് ഓർഡർ ബൈ മാർക്ക് DESE എന്ന് കൊടുത്താൽ എന്താണ് കാണിക്കുക? സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നുള്ള എല്ലാ റെക്കോർഡ്സും കാണിക്കും. എങ്ങനെ? ആദ്യം ഡിസെൻഡിങ് മാർക്കിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ കാണിക്കും. Which of the following is used to enforce referential integrity? Referential integrity in relational database. Unique അല്ല, check അല്ല, ഇത് രണ്ടും ആണ് എന്തിനു ഉപയോഗിക്കുന്നത്? റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി ഉപയോഗിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടും വരുന്നത് ഫോറിൻ കീ കൺസ്ട്രെയിൻ. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇത് ID, നെയിം, മാർക്ക് 1 2 AB, മാർക്ക് 95 98, ID, പ്ലേസ് TVM, കൊല്ലം. This is table student 1 and this is student 2. From this we can find out the place of Mr. B. ബിയുടെ പ്ലേസ് എവിടെയാണ്? കൊല്ലം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? We connect these two tables with the same field called ID. So ID here is primary key and ID here is foreign key. Foreign key എന്ന് പറഞ്ഞാൽ എന്താണ്? Primary key in another table, in the master table that is used in the sub table is known as foreign key. അപ്പോൾ foreign key ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദീസ് വാല്യൂസ് എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നത് ഫോറിൻ കീ ഉപയോഗിച്ചിട്ടാണ്. ഫോറിൻ കീ ഉണ്ടാവണമെങ്കിൽ മസ്റ്റായിട്ടും എന്തുണ്ടായിരിക്കണം? പ്രൈമറി കീ ഉണ്ടായിരിക്കണം. പക്ഷെ കറക്റ്റ് ആൻസർ ഫോർ it is foreign key. Which of the following is an example of aggregate function? Count is the aggregate function. ബാക്കിയൊന്നും aggregate functionൽ ഇതൊക്കെ എന്താണ്? string handling function. string handling. Okay. And aggregate function ഏതൊക്കെയാണ്? കൗണ്ട്, മാക്സ്, മിന്ന്, AVG, സമ്മ്, ഇതൊക്കെയാണ് aggregate functions in SQL. Which SQL command is used to insert new record into a table? That is insert. എന്തിനാണ്? It is used to change the existing values. ഇൻസേർട്ടിന്റെ സിന്റാക്സ് എങ്ങനെയാണ്? ഇൻസേർട്ട് ഇൻറ്റു സിംഗിൾ വേർഡ് ആണ്, സ്പേസ് ഇല്ല. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം സ്റ്റുഡ് എക്സാമ്പിൾ. ആൻഡ് ഇവിടെ എന്താണ്? വാല്യൂസ്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? So this is an example of insert statement. Insert into ടേബിളിന്റെ പേര് എന്താണോ ആ പേര്, പിന്നെ വാല്യൂസ്, പിന്നെ നമ്മുടെ ഫീൽഡ് നെയിംസ്. Which of the following constraints ensures that a column's value is within a certain range or meet a specified condition? നമ്മൾ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്നു. അപ്പം അതിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. എൻഷുവേഴ്സ് ദാറ്റ് കോളം വാല്യൂ ഇൻ വിത്തിൻ എ സെർട്ടൻ റേഞ്ച്, ഒരു പർട്ടിക്കുലർ റേഞ്ച്, ഫോർ എക്സാമ്പിൾ 1 നും 100 നും ഇടയ്ക്കായിരിക്കണം, ആൻഡ് ഈവൻ നമ്പർ ആയിരിക്കണം. ഇങ്ങനെയുള്ള കൺസ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണ് ചെക്ക് കണ്ടീഷൻ. ചെക്ക് ഈസ് യൂസ്ഡ് ടു എൻഷുർ ദാറ്റ് സെർട്ടൻ റേഞ്ച്. റേഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട എന്താണ്?
റേഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും ചെക്ക് കൺസ്ട്രെയിൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ചെക്ക് ഏജ് ഗ്രേറ്റർ അല്ലെങ്കിൽ ഏജ് ബിറ്റ്വീൻ 1 and 100, അല്ലെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡ് വെയർ മാർക്ക് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ചെക്ക് മാർക്ക് ബിറ്റ്വീൻ 50 and 70, 50നും 70നും ഇടയ്ക്കുള്ള മാർക്ക് ഡിസ്പ്ലേ. In SQL, what does the term referential integrity, നമ്മൾ നേരത്തെ പറഞ്ഞു റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് ഫോറിൻ കീ റിലേറ്റഡ് ആയിരിക്കും. എൻഷുറിംഗ് ദാറ്റ് no two rows are identical, ensuring that foreign key in a table match primary key in another table. നേരത്തെ നമ്മൾ കാണിച്ചു, ഒരു ടേബിളിലെ ഫോറിൻ കീ വാല്യൂസ് എല്ലാം മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ഫീൽഡിൽ നിന്ന് തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. പ്രിവെന്റിംഗ് null value from being inserted, ensuring that data types are correct in the table. വേറൊരു കാര്യം, primary key cannot be null or cannot be repeated, but foreign key can be null. ഓക്കെ, ഫോറിൻ കീ ഫീൽഡിൽ നൾ വാല്യൂ വരാം, പക്ഷെ ആ ഫീൽഡിലുള്ള വാല്യൂസ് എല്ലാം എവിടുന്ന് തന്നെയായിരിക്കണം? പ്രൈമറി കീ ഫീൽഡിലെ വാല്യൂസ് തന്നെ ആയിരിക്കണം. What is the purpose of unique constraint in C? To ensure that all values in a column are distinct, to ensure that column cannot be null value, to allow duplicate value, to automatically generate unique value from a column. The correct answer is option A, to ensure that all values in a column are distinct. Distinct എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല, എല്ലാ വാല്യൂസും different values ആയിരിക്കണം. Which SQL statement would you use to modify the value of an existing record in a table? That is update. Alter എന്താണ് guys? Alter is table, database ടേബിളിന്റെ സ്ട്രക്ചർ. ടേബിളിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓൾട്ടർ ഉപയോഗിക്കുന്നത്. Which of the following is correct syntax for where clause? Where column name values, where column name equal to value, that is equal to, that is the right answer. നമുക്കറിയാം, select a star from stud where എന്താണ്? ഏജ് ഈക്വൽ ടു 18. ഓക്കെ, അറിയാവുന്ന കാര്യമാണ്. Which of the following SQL function is used to find the largest value in a column? For that we are using max. This is minimum value. എല്ലാ വാല്യൂസും കൂടെ സം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, എല്ലാ വാല്യൂസിന്റെ ആവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് AVG. ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരെന്താണ്? അഗ്രഗേറ്റ് ഫംഗ്ഷൻ. അഗ്രഗേറ്റ് ഫംഗ്ഷൻ. What is the purpose of the default constraint in SQL? SQL default constraint എന്തിനാണ്? To ensure a column value has a value, to prevent null values in the column, to enforce referential integrity, automatically insert a default value when no value is provided. അപ്പോൾ ഒരു ഡാറ്റാബേസിൽ ഒരു ഫീൽഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ വാല്യൂ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫോൾട്ട് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്ത് വെക്കാം. What type of join is used to retrieve records that have matching values in both table? രണ്ട് ടേബിളിലും മാച്ചിങ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ഏത് ജോയിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ലെഫ്റ്റ് എന്താണ്? ഇറ്റ് വിൽ ഷോ ഓൾ ദ റെക്കോർഡ്സ് ഇൻ ദ ലെഫ്റ്റ് ടേബിൾ ആൻഡ് മാച്ചിങ് റെക്കോർഡ്സ് ഇൻ ദ ബോത്ത് ടേബിൾ. റൈറ്റ് ടേബിൾ ആണെങ്കിലോ ഇറ്റ് വിൽ ഷോ ഓൾ ദ റെക്കോർഡ്സ് ഇൻ ദ റൈറ്റ് ടേബിൾ ആൻഡ് മാച്ചിങ് ടേബിൾ ഇൻ ദ മാച്ചിങ് റെക്കോർഡ്സ് ഇൻ ബോത്ത് ടേബിൾ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഇറ്റ് ഈസ് ഇന്നർ ജോയിൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ റിട്രീവ് റെക്കോർഡ്സ് ദാറ്റ് ഹാവ് മാച്ചിങ് വാല്യൂ ഇൻ രണ്ടിലും വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ?
ഇപ്പോൾ രണ്ട് ടേബിളും ഫോർ എക്സാമ്പിൾ ഇതിൽ എന്താണ്, ഇതാണ് ഇന്നർ ജോയിൻ, ഇത് എ ബി. ഇന്നർ ജോയിനിൽ ഏതൊക്കെ വരും? 2 and 3 മാത്രം വരും. ആൻഡ് ഫുൾ ജോയിൻ ആണെങ്കിലോ 1 2 3 8. ഫുൾ ജോയിൻ ആണെങ്കിൽ ഇതൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. ഫുൾ ജോയിൻ 1 2 3 8. അവിടെ മാച്ചിങ് ഒന്നും നോക്കൂല, രണ്ടിലെയും എല്ലാ റെക്കോർഡ്സും കൂടെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തെഴുതുന്നു. അവിടെ മാച്ചിങ് വരുന്നു ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല. അതാണ് ഫുൾ ജോയിൻ. ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും ഞാൻ പറഞ്ഞു. ലെഫ്റ്റ് ജോയിൻ ആണെങ്കിൽ ലെഫ്റ്റ് ടേബിൾ ആദ്യത്തേലെ എല്ലാ റെക്കോർഡ്സും പിന്നെ മാച്ചിങ്. റൈറ്റ് ജോയിൻ ആണെങ്കിൽ റൈറ്റ് ടേബിളിലെ എല്ലാ റെക്കോർഡ്സും പിന്നെ മാച്ചിങ്. ഓക്കെ. Which of the following is the correct syntax for select query in an order by class? Select നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. Select column name from table name, order by column name and ascending. Where ഇതല്ല, order by table name ascending അതുമല്ല, order by അല്ല. So this is the correct answer. എങ്ങനെയാണ്? Select ഞാൻ നേരത്തെ എഴുതി. Select സ്റ്റാർ ഇടാം. ഇവിടെ അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു ഫ്രം സ്റ്റുഡ് ഓർഡർ ബൈ. ഇപ്പോൾ ഏജ് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ടെന്ന് വെച്ചോളൂ. ഏജ് AC. ഏജ് എന്ന് പറയുന്ന ഫീൽഡ് എന്തായിട്ട് വരും? അസെൻഡിങ് ഓർഡറിൽ. Which SQL statement is used to remove a table from a database? ഡാറ്റാബേസിൽ നിന്നും ടേബിളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? വി ആർ യൂസിങ് ഡ്രോപ്പ് ടേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് SQL സ്റ്റേറ്റ്മെന്റ് വുഡ് യു യൂസ് ടു അപ്ഡേറ്റ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഇൻ എ ടേബിൾ? ഏതാണ് മൾട്ടിപ്പിൾ റെക്കോർഡ്? വിച്ച് ഈസ് ടേബിൾ? Which of the following SQL statement would you use to update multiple records in a table? That is update statement തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻ കൊടുത്താൽ മതി. വേറെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റെക്കോർഡ്സിനെയും എന്ത് ചെയ്യാം, നമുക്ക് മോഡിഫൈ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അപ്ഡേറ്റ് ടേബിൾ നെയിം ക്ലാസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മാർക്ക് ഈക്വൽ ടു, സോറി സെറ്റ് മാർക്ക് ഈക്വൽ ടു 25. ഇത്രയും മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ടേബിളിലെ എല്ലാ റെക്കോർഡിലെ മാർക്കും എന്തായിട്ട് മാറും? 25 ആയിട്ട് മാറും. ഇവിടെ ഒരു കണ്ടീഷൻ, വേറെ റോൾ നമ്പർ ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ മാത്രമേ ആ പർട്ടിക്കുലർ ഫീൽഡിന് വേണ്ടി മാത്രം ഇത് സെറ്റ് ആവത്തുള്ളൂ. Which SQL statement is used to add a column to an existing table? That is, add column, insert, alter table, or add column. That is the right answer. Alter എന്തിനാണ് ഉപയോഗിക്കുന്നത്? Existing structure of the table is changing using alter table. Next is, which SQL clause is used to group rows that have the same value into summary row? ഒരേ വാല്യൂ ഉള്ള, ദാറ്റ് ഇസ്, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ദാറ്റ് ഇസ് ഗ്രൂപ്പ് ബൈ ക്ലോസ്. ഒരു പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ജെൻഡർ ഈക്വൽ ടു മെയിൽ, ഗ്രൂപ്പ് ബൈ ജെൻഡർ ഈക്വൽ ടു മെയിൽ എന്ന് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഗ്രൂപ്പ് ബൈ ഉപയോഗിക്കുന്നത്. വാട്ട് ഡസ് ദ ഡിസ്റ്റിങ്ക്റ്റ് കീവേഡ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് റോസ് ഫ്രം ദ റിസൾട്ട് സെറ്റ്? സോർട്ട്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റിമൂവ് ഓൺലി, റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്ത റോസിനെ മാത്രം ഒറ്റത്തവണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വിച്ച് SQL ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് റോസ് ഇൻ ദ ടേബിൾ? ദാറ്റ് ഈസ് കൗണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് കൺസ്ട്രെയിൻ ഫോർ എൻഫോഴ്സിംഗ് ഡേറ്റ ഇന്റഗ്രിറ്റി? ഇതെല്ലാം എന്ത് തന്നെയാണ്?
ഡേറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസ്ട്രെയിൻസ്, കണ്ടീഷൻസ്. നോട്ട് നൾ, നള്ളാവാൻ പാടില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, പ്രൈമറി കീ കൊണ്ടായിരിക്കണം. ഇതെല്ലാം എന്താണ്? ഡേറ്റ ഇൻറ്റഗ്രിറ്റി എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസ്ട്രെയിൻസ് ആണ്. In a relational database, what is a foreign key used for? Uniquely identify rows in the table, to define the type of the data, to ensure values in a column are unique, to ensure the data in one table is related to data in another table. അപ്പോൾ രണ്ട് ടേബിളുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫോറിൻ കീ ഉപയോഗിക്കുന്നത്. അതിന് പറയുന്ന പേരെന്താണ്? റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി. So this is the right answer. Which SQL statement would you use to change the data type of a column in an existing table? Alter table, modify. This is the correct answer. Alter table, modify column. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു നെയിം char of 10 ആണ് കിടന്നിരുന്നത്. നമുക്കതിനെ മാറ്റണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഓൾട്ടർ ടേബിൾ, മോഡിഫൈ നെയിം, varchar of 20. അപ്പോൾ ഇവിടെ എന്താ? നെയിം എന്ന് പറയുന്ന ഫീൽഡ് ചാറായിരുന്നു, അതിനെ varchar ആക്കി മാറ്റി. ഫോർ ദാറ്റ് വി ആർ യൂസിങ് ദ keyword or section modify. Which of the following SQL clause is used to filter groups in query after grouped by? That is of having. Important ആണ്. ഗ്രൂപ്പ് ബൈയുടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ആണ് ഹാവിങ്. ഹാവിങ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിൽട്ടർ ഗ്രൂപ്പ്സ് ഇൻ എ ക്വറി ആഫ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് ബൈ ജെൻഡർ ഈക്വൽ ടു മെയിൽ. അതിൽ മാർക്ക് ഏജ് ഗ്രേറ്റർ ദാൻ 18 അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാവിങ്. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിന്റെ അകത്തുള്ള ഒരു കണ്ടീഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹാവിങ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിൽട്ടർ ഗ്രൂപ്പ്സ് ഫോർ ആഫ്റ്റർ ഗ്രൂപ്പ് ബൈ ഓപ്പറേഷൻ ഈസ് അപ്ലൈഡ്. ടിപ്പിക്കലി വിത്ത് അഗ്രഗേറ്റ് ഫംഗ്ഷന്റെ കൂടെയൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അഗ്രഗേറ്റ് ഫംഗ്ഷന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. Which data type in SQL is used to store large amount of text as string? That is text എന്ന് പറയുന്ന ഫീൽഡ് ഇതാണ് ഉപയോഗിക്കുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് വെച്ചാൽ ഒരു 5-6 പാരഗ്രാഫ് ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ്. ആൻഡ് ദിസ് ഈസ് ഫിക്സഡ് ലെങ്ത് ആൻഡ് ദിസ് ഈസ് വേരിയബിൾ ലെങ്ത് ക്യാരക്ടർ. Fixed length character and this is variable length character, and ഇത് നമുക്കറിയാം, it is numeric. Which of the following is used to ensure that a field in a table is unique across all rows? എല്ലാ റോസും എന്താണ്? യൂണീക്ക് ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് യൂണീക്ക് കൺസ്ട്രെയിൻ. Which SQL keyword is used to specify that a column cannot be null? That is not null. What does the SQL function now return? The current date and time. The current time. It will shows the current date and time. What is the default sorting order used? കൊള്ളാന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ബൈയുടെ ഡിഫോൾട്ട് എന്താണ്? അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ? ദാറ്റ് ഈസ് ഓഫ് അസെൻഡിങ് ഓർഡർ. കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡ് ഓർഡർ ബൈ ഏജ് എന്ന് മാത്രം കൊടുത്തിരുന്നാൽ ദാറ്റ് വിൽ ഷോ ദ റിസൾട്ട് ഇൻ അസെൻഡിങ് ഓർഡർ. ഇപ്പൊ DSC എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരുന്നാൽ മാത്രമേ അത് ഡിസെൻഡിങ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യൂ. അപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ ഷോസ് ദാറ്റ് ദ ഡിഫോൾട്ട് ക്ലോസ് വിത്ത് ഓർഡർ ബൈ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ആണ്.
Which of the following SQL command is used to add a constraint to an existing table? ഒരു കൺസ്ട്രെയിൻ ആഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് alter table add constraint. Constraint എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷൻ, നോട്ട് നൾ, എന്താണ് ചെക്ക് കൺസ്ട്രെയിൻറ്റ്, അതൊക്കെയാണ് കൺസ്ട്രെയിൻസ്. അത് പുതിയ എക്സിസ്റ്റിംഗ് ടേബിളിൽ ആഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് alter statement. Which of the following SQL command is used to rename a table? ടേബിളിനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് alter table rename to. ഇതല്ല, തെറ്റിക്കരുത്. alter table rename to എന്ന് പറയുന്ന വെറും റീനെയിം അല്ല, rename to. അടുത്ത് ഇത് അല്ല കേട്ടോ, ഒരു ഡി ആണേ, rename to ആണ് കേട്ടോ. Which of the following SQL aggregate function returns the average value? That is AVG. ഈ മോഡ്യൂൾ ഓൾമോസ്റ്റ് എല്ലാം സിമ്പിൾ, അതുകൊണ്ട് ഫുൾ മാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണിത്. എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മോഡ്യൂളാണ് അല്ലേ. അടുത്ത്, what is the correct SQL syntax for deleting all rows in a table but not the table itself? That is, it is used to delete the star from table. എല്ലാ റോയും പോകും അല്ലേ. ഡ്രോപ്പ് will delete the entire ഡ്രോപ്പ് എന്തിനാണ്? the entire structure of the table പോകും. ട്രങ്കേറ്റ് കൊടുത്തു കഴിഞ്ഞാലും എല്ലാ ട്രങ്കേറ്റും ഓക്കെയാണ്. ഡിലീറ്റ് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എന്നും ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം എന്നേ കൊടുക്കാൻ പറ്റും. ഇത് വർക്ക് ചെയ്യില്ല. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം ഇതും എന്തിനു, പക്ഷെ കറക്റ്റ് ഫോം ഈസ് ട്രങ്കേറ്റ്. The truncate statement is used to delete the all rows in a table while keeping the table structure intact. Which of the following SQL statement is used to join two or more tables on a common table? For that we are using join. Inner join, outer join, left join, right join. Which of the following SQL command is used to modify an existing column? That is alter table modify column. That is the right answer. അപ്ഡേറ്റ് എന്തിനാണ്? വാല്യൂ, അതിനകത്തുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ഉപയോഗിക്കുന്നത്. You want to update the salary column for employee in the employee. അപ്പോൾ നമുക്കൊരു ടേബിൾ ഉണ്ട്, എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ, അതിൽ സാലറി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ടേബിൾ ഹു ഹാവ് എ ജോബ് ടൈറ്റിൽ ഓഫ് മാനേജർ. യു വോണ്ട് ടു അപ്ഡേറ്റ് ദ സാലറി. അപ്പോൾ പുതിയ സാലറി അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ നോക്കാം. അപ്ഡേറ്റ് എംപ്ലോയി സെറ്റ് സാലറി ഈക്വൽ ടു 70,000 വെർ ജോബ് ടൈറ്റിൽ ഈക്വൽ ടു മാനേജർ. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് മോഡിഫൈ കൊണ്ടൊന്നും തുടങ്ങുള്ള. ഓൾട്ടർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടേബിൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്ഡേറ്റ് എംപ്ലോയി സെറ്റ് സാലറി ഈക്വൽ ടു, ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എല്ലാ ആൾക്കാർക്കും സാലറി ഇൻക്രിമെന്റ് ആയി എത്രയായി പോകും? 70,000 ആയി പോകും. Which of the following is the correct syntax for an SQL query that counts the number of records in the customer table? Select count from customer. So this is the right answer. കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര റെക്കോർഡ്സ് ഇപ്പം അതിനകത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ടേബിൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തും കൂടെ കൊടുക്കും? ഒരു സ്റ്റാറും കൂടെ കൊടുക്കും. സ്റ്റാർ എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? കൺസിഡർ ഓൾ. What is the default data types used when you do not specify one of the column? It will be int. കൊള്ളാം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫോൾട്ട് ഡാറ്റ ടൈപ്പ് ഈസ് ഇന്റ് ഇൻ SQL. You want to insert a new record into books എന്ന് പറയുന്ന ടേബിൾ. അതിൽ എന്തൊക്കെ? ബുക്ക് ID 101, ടൈറ്റിൽ SQL ഫണ്ടമെന്റൽസ്, അതിൻ്റെ പേര് ജോൺ സ്മിത്ത്. എങ്ങനെ ഇൻസേർട്ട് ചെയ്യും? ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം വാല്യൂസ്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ എന്തില്ല? ഇൻസേർട്ട് ഇൻറ്റു ബുക്സ് വാല്യൂസ് ഇല്ല. ഇവിടെ ഇൻസേർട്ട് ഇല്ല. ഇവിടെ ഇൻസേർട്ട് ഇൻറ്റു ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ബി.
The B is the right answer for this question. Okay. Last question for this session. Which of the following constraints ensure that values in a column are within a specified range? For that we are using check constraint. Check constraint is used to specify in a particular range നകത്താണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് കൺസ്ട്രെയിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ DBMSന്റെ 50 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വരുന്ന ക്ലാസ്സുകളിൽ ഒരു സെറ്റും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ.